പെരിയ കേസിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ. CPM ആസൂത്രണം ചെയ്ത് ഒരു കൊലപാതകവും നടക്കുന്നില്ല എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. കോടതി വിധിക്കെതിരെ പാർട്ടി മേൽക്കോടതിയെ സമീപിക്കുമെന്നും CBI ബോധപൂർവം പാർട്ടി നേതാക്കളെ പ്രതിചേർക്കുകയായിരുന്നുവെന്നും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കാനേ സാധിക്കുള്ളൂ. CPM ആസൂത്രണം ചെയ്ത ഒരു കൊലയും കേരളത്തിലില്ല. അതിൽ CPM എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, ഇതിപ്പോൾ കോടതി വിധി വരുമ്പോൾ CPM നേതാക്കൾ ഉൾപ്പെടെയാണ് പ്രതികളായിരിക്കുന്നത്. അങ്ങനെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് കണ്ടെത്തൽ വന്നിരിക്കുന്നത്. പാർട്ടി ഇതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന CBI കോടതി വിധി CPM-നെ സർക്കാരിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. കാരണം ഈ അടുത്ത കാലത്തെ രാഷ്ട്രീയ കൊലപാതക കേസുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ശിക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് ഇതാദ്യമാണ് എന്ന് നമുക്ക് പറയാം. കാരണം പ്രമാദമായ പല രാഷ്ട്രീയ കൊലപാതക കേസുകളിലും CPM-ന്റെ പല നേതാക്കൾക്കെതിരെയും നേരത്തെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ P ജയരാജനാണ് ഷുക്കൂർ കേസിലും കതിരൂർ മനോജ് വധക്കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ടുള്ള കേസുകളൊക്കെ പരിശോധിച്ചാൽ CPM നേതാക്കൾ ഗൂഢാലോചനയിലടക്കം കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് ഇതാദ്യമായിട്ടാണ്. P ജയരാജന്റെ കേസിൽ പക്ഷേ കോടതിയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പക്ഷേ ഇതുവരെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയൊന്നും ആ കേസിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്രയും മുതിർന്ന ഒരു രണ്ട് നേതാക്കൾ ഈ കേസിൽ പെടുന്നത്. ഈ പെരിയ ഇരട്ടക്കൊലപാതകം വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഭവമാണെന്നും അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലെന്നുമുള്ള CPM-ന്റെ ന്യായം ഇതോടുകൂടി പൂർണ്ണമായും പൊളിയുകയാണ്. അതായത് ഇതിൽ കൃത്യമായി ഈ കേസിൽ CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. സ്വാഭാവികമായി ഇക്കാര്യത്തിൽ CPM വലിയ പ്രതിരോധത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു. അണികളോടെങ്കിലും ഇക്കാര്യത്തിൽ CPM-നെ വിശദീകരിക്കേണ്ടി വരും. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ വരാനിരിക്കുന്നു. പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പാർട്ടി വലിയ പ്രതിസന്ധിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നേരിടേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ പാർട്ടിക്ക് നേരിട്ട് ബന്ധമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത്. അതായത് CBI മനഃപൂർവ്വം ചില ആളുകളെ നേതാക്കളെ പ്രതി ചേർക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ പാർട്ടിക്ക് നേരിട്ട് ബന്ധമില്ല. CBI രാഷ്ട്രീയ ഉപകരണമായി പ്രവർത്തിച്ചുവെന്ന മുൻ ആരോപണം CPM ഇപ്പോഴും ആവർത്തിക്കുന്നു. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ പാർട്ടി നിയമവിദഗ്ധരുമായി ആലോചിച്ച് അപ്പീൽ പോകും എന്നും പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കൊലപാതക കേസിൽ CPM ഉയർത്തിക്കൊണ്ട് വന്നിരുന്ന അവരുടെ പ്രതിരോധത്തിൻ്റെ കോട്ട പൂർണ്ണമായും തകരുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയേണ്ടത്. മാത്രമല്ല ഈ പാർട്ടിക്കെതിരെ CPM-നെതിരെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഒരു പരിധിവരെ ശരിയാണെന്ന് കോടതി വിധിയിലൂടെ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. അതായത് ശരത്ലാലിനെയും കൃപേഷിനെയും ആസൂത്രിതമായി കൊല ചെയ്തതാണ്. അതിന് പിന്നിൽ വലിയ ഗൂഢാലോചന CPM ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണം ശരിവെക്കുന്നതുകൂടിയാണ് ഈ കോടതി വിധി. സ്വാഭാവികമായും പാർട്ടിക്ക് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും എന്നതാണ് പാർട്ടിയെ വലിയ തോതിൽ CPM-നെ പ്രതിസന്ധിയിലാക്കുന്നത്.